നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവശങ്കരനും രാജീവിനും ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ജയിലിൽ പോയി അവരെ ഒന്നും കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോകുന്ന സമയത്താണ് മനുവിൻ്റെ കോള് വരുന്നത്. മനു ശിവശങ്കരൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എന്തായി കാര്യങ്ങളൊക്കെ? ജാമ്യം കിട്ടിയോ അവർക്കെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു, ഇല്ല, ജാമ്യമൊന്നും കിട്ടിയില്ല, 30 ദിവസത്തേന് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മനുവിന് നല്ല ടെൻഷനായി. അപ്പോഴേക്കും മനു പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ല അച്ഛാ, ഇതങ്ങനെ പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന കാര്യമൊന്നുമല്ല, പോക്സോ കേസാ, ജാമ്യം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പോരാത്തതിന് നിസ്സാര കാര്യമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്, ബലാത്സംഗത്തിലെ പ്രതികളല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് ജാമ്യമൊന്നും പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ. ഈ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, 30 ദിവസത്തേന് അവന്മാരകത്ത് കിടക്കണ്ടേ? അല്ല, അച്ഛനും ഇളയച്ചനും കൂടി ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് ചോദിച്ചു. ജയിലിൽ പോയി ഒന്ന് കണ്ടിട്ട് വരുന്നല്ലടാ, ജയിലിലേക്ക് പോകാതെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്? എനിക്ക് അങ്ങോട്ടേക്ക് വന്നാലും മനസ്സുറച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, മകനായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കോളം കൂടെ കട്ട് ചെയ്യണം. മനുവിന് വല്ലാത്തൊരു ടെൻഷനായി. അപ്പോഴേക്കും കമല വന്നിട്ട് ചോദിച്ചു, എടാ എന്താടാ മോനെ, എന്താ പറഞ്ഞേ? ശിവേണ്ണ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ജാമ്യം കിട്ടിയില്ലാന്ന്, 30 ദിവസത്തിന് റിമാൻഡ് ചെയ്യുന്ന. 30 ദിവസത്താണോ? എൻ്റെ ഭഗവാനെ, ഞാൻ എന്തായി കേൾക്കണേ? എൻ്റെ മോൻ ജയിലിൽ പോയി കിടക്കുക, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമല അവിടെ ഇരുന്ന് കരയുവാണ്. കമലയ്ക്ക് ഭയങ്കര വെപ്രാളം കാര്യങ്ങളുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്നതല്ലേ, പെട്ടെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ജയിലിലേക്ക് പോകുന്നു പ്രതീക്ഷിച്ചില്ല. ജാമ്യം കിട്ടുമെന്ന് തന്നെയായിരുന്നു കമലയുടെ വിചാരം. ഇതിലിപ്പോൾ ഇത്ര വലിയ കേസൊന്നും അല്ലല്ലോ, ജാമ്യം കിട്ടാനുള്ള വഴിയൊക്കെ ഉണ്ട്. വക്കീൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടുമെന്നൊക്കെ ഓർത്തിരുന്ന, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അതിൻ്റെതായൊരു ബുദ്ധിമുട്ട് കമലയ്ക്കും ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് സൗദാമിനി മുത്തശ്ശി സർവ്വദൈവങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഒരു കുഴപ്പവും കൂടാതെ തൻ്റെ മക്കൾ ഇങ്ങോട്ടേക്ക് വരണേ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് മനുവിനെ സൗദാമിനി മുത്തശ്ശി വിളിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും മനുവാണ് മുത്തശ്ശിയോട് പറയണേ, മുത്തശ്ശി അത് പിന്നെ അവരെ 30 ദിവസത്തേന് റിമാൻഡ് ചെയ്യുന്ന. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, ദൈവമേ, എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ കുടുംബത്തിൻ്റെ എല്ലാ അന്തസ്സും അഭിമാനവും എല്ലാം പോയല്ലോ. ഇനിയിപ്പോൾ കൈതയ്ക്കൽ മാളി വീട്ടിലേക്ക് നോക്കി ആൾക്കാർ ചിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതും മണിശങ്കർ പറഞ്ഞു, മുത്തശ്ശിക്ക് ചിരിക്കുന്ന കാര്യം മുത്തശ്ശി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എത്ര വലിയ നാണക്കേടായിരിക്കുമെന്ന്. അത് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നു പോയില്ലേ. ഈ കുടുംബത്തിലെ നാണക്കേട് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ആ കുടുംബത്തിലുള്ളവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവരുടെ മോളുടെ ഭാവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് വൈജയന്തി ആണെങ്കിൽ നല്ല ടെൻഷനിൽ തന്നെയാണ്. കാരണം വൈജയന്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ 30 ദിവസത്തേന് റിമാൻഡ് വിട്ടെന്നുള്ള കാര്യം. അതറിഞ്ഞ് ഇപ്പോൾ വൈജയന്തിക്ക് സഹിച്ചില്ല. എങ്ങനെ ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്ന പെട്ടെന്ന് ഒരു ദിവസം ജയിലുമായി. എല്ലാ അലീന കാരണമാണ്, അവൾ വന്ന് കയറിയതിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു വൈജയുടെ മനസ്സിൽ. അലീനയോടുള്ള ദേഷ്യം കൂടുകയാണ്. അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവൾ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഓരോരോ ദുരന്തങ്ങൾ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക. അവൾ വീട്ടിൽ നിന്ന് പോയാൽ ആ കുടുംബത്തിലൊരു സമാധാന സന്തോഷമൊക്കെ വരത്തുള്ളൂ എന്നൊക്കെ ഓർത്ത് വൈജയന്തി ആകെപ്പാടെ നീറിപ്പോഞ്ഞിരിക്കുകയാണ്. ഇതേ സമയത്താണ് ശിവശങ്കരൻ്റെ ഫോണിലേക്ക് ഗംഗാധരൻ്റെ കോള് വരുന്നത്. ഗംഗാധരൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എടാ എന്തൊക്കെയാടാ ഇത്? അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ ഗംഗേട്ട, ഞങ്ങളെ കൊണ്ട് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു അവന്മാരെ പുറത്തു കൊണ്ടുവരാനായിട്ട്. ജാമ്യം പോലും കിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ജാമ്യം കിട്ടാനടാ? ബലാത്സംഗ കേസല്ലേ. ഇനിയിപ്പം തലയുർത്ത് നിനക്കൊക്കെ അവിടെ നടക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായി? ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എങ്കിൽ നിൻ്റെയൊക്കെ അവിടുത്തെ കാര്യം ഓർത്തിട്ട്. അത് കേട്ട് കഴിയുമ്പോൾ ശിവശങ്കരൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഗംഗേട്ട, ഇങ്ങനെ ആയിപ്പോയില്ലേ. ഇനിയിപ്പം 30 ദിവസം റിമാൻഡ് കാലാവധി കഴിയുമ്പോഴത്തേനും അവന്മാരെ എങ്ങനെയും പുറത്തിറക്കാൻ നോക്കണം. അതെ, ഞങ്ങൾ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ ജയിലിൻ്റെ അങ്ങോട്ട് ചെന്നു. ഈ സമയത്ത് രോഗത്തിനെ ഹരിശങ്കരനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ജയിലിൻ്റെ പുറത്തും കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. അവരെ ഇറക്കുന്ന കാഴ്ച കാണാനായിട്ട് ആൾക്കാരൊക്കെ അക്രമാസക്തരായിട്ട് ഇങ്ങനെ പാഞ്ഞു വരുമ്പോഴത്തേനും പോലീസുകാർ നന്നേ പണിപ്പെടുന്നുണ്ടായിരുന്നു അവരെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകാനായിട്ടൊക്കെ. അങ്ങനെ ഒടുവിൽ അവരെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകണം. ഈ സമയം ശിവശങ്കരനും രാജീവനും ഒക്കെ അവിടെ സൈഡിൽ നിന്ന് ഈ കാഴ്ച കാണുവാണ്. സഹിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പം ജയിലിനകത്തൂടെ അവർ കിടക്കുന്ന കാഴ്ച അത് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു ശിവശങ്കരന്. രാജീവൻ ചോദിച്ചു, ശിവേട്ട ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാടാ, സഹിച്ചല്ലേ മതിയാവുള്ളൂ. അല്ല ശിവേട്ട, അകത്തേക്ക് കയറി പോകുന്നുണ്ടോ? അവരുടെ പെർമിഷൻ വാങ്ങുവാണെങ്കിൽ കയറി കാണാമായിരുന്നു പറയണം.
എടാ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ അവർക്ക് ആരുമില്ല എന്നൊരു തോന്നൽ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടം വരെ വന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടേലും പോയാലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശിവശങ്കരന്. അച്ഛനായി പോയില്ലേ, വിഷമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ശിവശങ്കരനും ചെയ്ത്. രക്ഷിക്കാൻ മാക്സിമം നോക്കി, പക്ഷേ പറ്റിയില്ല. അതേ സമയത്ത് മണിശങ്കർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. മണിശങ്കർ ഹോസ്പിറ്റലിലേക്ക് വന്ന് വൈജയെ കണ്ട് വൈജയോട് സംസാരിക്കുകയാണ്. വൈജ പറഞ്ഞു, എടാ മനു, അവരെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലേ എന്ന് ചോദിച്ചു. ആൻറ്റി, അങ്ങനെ പെട്ടെന്ന് അങ്ങ് പുറത്തിറക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇത് നിസ്സാര കാര്യമല്ല, നിസ്സാര കുറ്റമല്ല. കൂട്ട ബലാത്സംഗം നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ നാട് മുഴുവൻ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക. ആൻറ്റിക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അതിനിപ്പോൾ നാട് മുഴുവൻ ചർച്ച ചെയ്യാനായിട്ട് ഇതിന് മാത്രം വലിയ കാര്യമാണോ ഇതെന്ന് ചോദിച്ചു. ആൻറ്റിക്കായിരിക്കും ഇത് വലിയ കാര്യമല്ലാത്ത, കാരണം ആൻറ്റിയുടെ മോനായതുകൊണ്ട്. പക്ഷെ വേറെ ഏതെങ്കിലും പിള്ളേരാ ഇപ്പം ഇങ്ങനെ ചെയ്തെങ്കിൽ ആൻറ്റി ഇതിനെക്കുറിച്ച് സംസാരിക്കില്ലേ? ആൻറ്റി ഇതിനെക്കുറിച്ച് പറഞ്ഞ് കൊട്ടി ഘോഷിക്കില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ആൻറ്റി കൂടുതലൊന്നും പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജ പറഞ്ഞു, എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ല. മിക്കവാറും അവളായിരിക്കും എല്ലാത്തിനും കാരണം. അവള് എൻ്റെ മോനെയൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ചു കയറ്റിയതായിരിക്കും. അവൾ നശിച്ചു പോകത്തുള്ളൂ. ഒരു കാലത്ത് അവൾ ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗി നേർച്ചകളൊക്കെ നേരുവാണ്. അത് കേട്ടപ്പം മണിശങ്കർ പറഞ്ഞു, എന്താ ആൻറ്റി ഇങ്ങനെ പറയണേ? ആൻറ്റി ഇങ്ങനെ പ്രാഗി നേർച്ചകളൊക്കെ നേരുന്നുണ്ടല്ലോ, ഇതിനേക്കാളും കൂടുതലായിട്ട് ആ പെങ്കൊച്ചിൻ്റെ അച്ഛനും അമ്മയും പ്രാകുന്നുണ്ടായിരിക്കും, നാട്ടുകാർ പ്രാകുന്നുണ്ടായിരിക്കും. ആൻറ്റിക്കും പിന്നെ കുടുംബത്തിനെതിരായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ കണ്ണീര് ഇപ്പം ആൻറ്റി അനുഭവിക്കുന്നേക്കാളും കൂടുതൽ അവർ വേദന അനുഭവിക്കുന്നുണ്ട്. അവരുടെ മോൾക്കായി ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ഭാവി എന്തായി? അത് ആൻറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ആൻറ്റിക്കും ഉണ്ടല്ലോ ഒരു മോള്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ, അല്ലെങ്കിൽ ബബിതയ്ക്കോ കൃഷ്ണമോൾക്കോ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ആൻറ്റിക്ക് ഇത് സഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് പിന്നെ അതെ, ഇത്രയൊക്കെയുള്ള ആൻറ്റി, അവനവൻ എന്തെങ്കിലും വരുമ്പോഴും അവനവൻ അതിന് വേദനയും വില അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. മറ്റുള്ളവർക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു തമാശയും ചിരിയൊക്കെ ആയിരിക്കും. കുറച്ച് പേർക്ക് മാത്രം അതിനൊരു വേദന തോന്നുള്ളൂ. പക്ഷേങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വന്തം ദേഹത്തിന് ഉള്ളിൽ കഴിയുമ്പോഴല്ലേ വേദന വരത്തുള്ളൂ എന്ന് പറഞ്ഞു. വൈജയന്തിയുടെ ഉത്തരം മുട്ടി എന്ത് ചെയ്യണമെന്ന് പോലും വൈജയന്തിക്ക് അറിയണ്ടായിരുന്നില്ല. അതേസമയം ഗോവർദ്ധന് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ ഫോണും കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഫോൺ കൊണ്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ബാലേട്ട ഇതാ ഫോണെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ അങ്ങനെ ഫോൺ ഓണാക്കുകയാണ്. ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറേ മിസ്ഡോളും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നു. ബാലേന്ദ്രന് കാര്യം മനസ്സിലായി. എല്ലാവരും ഓരോന്ന് വിളിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഗോവർദ്ധനം പറഞ്ഞു, ഫോണൊന്നും അധികം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് മാത്രമല്ല, കോള് വരുന്നൊന്നും എടുക്കണ്ട ബാലേട്ട, ഓരോരുത്തർ വിളിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഏയ് അങ്ങനെ നോക്കിയിട്ടാണ് ജീവിക്കാൻ പറ്റുമോ ഗോവർദ്ധന? നമ്മളെപ്പോഴും എല്ലാത്തിനും ഫേസ് ചെയ്താലേ മതിയാവുള്ളൂ. ബാലേന്ദ്രൻ TV ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലോ. അങ്ങനെ ബാലേന്ദ്രന് സോഷ്യൽ മീഡിയ നോക്കണം. മീഡിയ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിന് ഹരിശങ്കറിനെയൊക്കെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന ആ കാഴ്ച അത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി നല്ല പൊസിഷനിൽ എത്താൻ നിൽക്കേണ്ടവനാണ്. അവനാണ് ഇപ്പം ഇങ്ങനെ കൈവിലങ്ങും വെച്ചുകൊണ്ട് പോകുന്നത്. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, ബാലേട്ട ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്ക്, ബാലേട്ട ഒന്നും കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതൊന്നും സാരമില്ല ഗോവർദ്ധന, മക്കളെ വളർത്തുന്നത് ശരിയല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കാണേണ്ടതും കേൾക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ എൻ്റെ വിധിയാണ്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് യോഗം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ വിഷമിക്കുക. ഇതേ സമയത്ത് ബബിതയുടെ ഫോണിലേക്ക് അമല് വിളിക്കുകയാണ് കാമുകന്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബബിതയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബബിത പറഞ്ഞു, എടാ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല, എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോഴേക്കും അമല് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ വാ. എങ്ങനെ വരാനെന്ന് പറ, നിനക്കറിയാലോ പുറത്തിറങ്ങിയ നാണക്കേട് കാരണം ആരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം പിന്നെ എങ്ങനെയാടാ ഞാൻ വരുന്നതെന്ന് ചോദിച്ചു. എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് തല വരാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ല കാര്യം. എടാ എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല, എങ്ങോട്ടെങ്കിലും പോയാൽ മതിയെന്നുള്ളൂ എന്നൊക്കെ അമലിനോട് പരാതി പറയണം. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ബബിതയെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾക്കാണെങ്കിലും അവനെ കാണാത്തതിൻ്റെ, അവനോട് സംസാരിക്കാത്തതിൻ്റെ, അവൻ്റെ കൂടെ പോകാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നേ. ഇതേ സമയത്ത് കമല വൈജയന്തിയെ വിളിക്കുന്നുണ്ട്. വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് വൈജയന്തിയെ കാര്യങ്ങൾ പറയണേ. എല്ലാത്തിനും കാരണം അവൾ ഒറ്റയൊരുത്തി അലീന ഇല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവളുടെ വലുതുകാലം വെച്ച് കയറി വന്നുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം എത്ര നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്ന, എത്ര സന്തോഷത്തിലായിരുന്നു. പെട്ടെന്നൊരു നിമിഷമല്ലേ എല്ലാം തകിടം പറഞ്ഞ്, എല്ലാത്തിനും കാരണം അവളാ എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അലീനയാണ് എന്തോ വലിയ തെറ്റ് ചെയ്യുന്നുള്ള മട്ടിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.